ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ നമുക്ക് കുറച്ച് പിക്ചേഴ്സൊക്കെ വരയ്ക്കാനും കോമ്പസ്, അപ്പോൾ അതുപോലെ പ്രൊട്രാക്ടർ ഇല്ല, സെറ്റ് സ്ക്വയർ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പരിചയപ്പെടാനൊക്കെയാണ് ഉള്ളത്. ഇതിൻ്റെ മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ട ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ STD5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ STD5 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാലും മതി. അതിൽ നിങ്ങൾക്ക് 5ാം ക്ലാസ്സിലവർക്ക് വേണ്ട എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകളും ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ലൈൻ മാത്ത് നോക്കൂ, നമുക്കവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഡിഡ് യു സീ ദ പിക്ചേഴ്സ്? എ ബ്രിഡ്ജ് മെയ്ഡ് വിത്ത് അപ്രൈറ്റ് പില്ലേഴ്സ് ആൻഡ് സ്ലാൻഡഡ് സപ്പോർട്ട്സ്. ആദ്യത്തേത് കുത്തനെയും ചരിഞ്ഞും ഒക്കെയുള്ള കമ്പികളും അതുപോലെ തൂണുകളൊക്കെ വെച്ച് നിർമ്മിച്ച പാലമാണ്. കുത്തബ് മിനാർ ആൻഡ് ദ അയൺ പില്ലർ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് സ്റ്റാൻഡിങ് സ്ട്രൈറ്റ്. രണ്ടാമത്തേത് കുത്തബ് മിനാറും അതുപോലെ അതിന് മുൻപിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇരുമ്പ് കൊണ്ടുള്ള ഒരു പില്ലറുമാണ് ഉള്ളത്. ദ ലീനിങ് ടവർ ഓഫ് പിസ ബിൽറ്റ് ത്രൂ വെർട്ടിക്കൽ ബട്ട് ടിൽറ്റിംഗ് ഇൻ ടൈം. മൂന്നാമത്തേത് പിസാ ഗോപുരമാണ്. കുത്തനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്, വെർട്ടിക്കലായിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ കാലക്രമേണ അതിനൊരു ചെരിവ് വന്നു. അപ്പോൾ ആ ചിത്രമാണ് മൂന്നാമത്തേത്. എ ടേബിൾ മെയ്ഡ് വിത്ത് പ്ലാങ്ക്സ് ഓഫ് സ്ട്രൈറ്റ് ആൻഡ് സ്ലാൻഡഡ് എഡ്ജസ് ആൻഡ് ലെഗ്സ് സ്ട്രൈറ്റ് ആൻഡ് സ്ലാൻഡഡ്. അതുപോലെ കുത്തനെയും ചരിഞ്ഞും ഒക്കെയുള്ള കാലുകളൊക്കെ കൊണ്ടുള്ള നിർമ്മിച്ച ഒരു ടേബിൾ, അതാണ് നാലാമത്തെ പിക്ചർ. ബിഫോർ ആക്ച്വലി ബിൽഡിംഗ് ദീസ് ബ്രിഡ്ജ് ഓർ ടേബിൾ ആക്യുറേറ്റ് പ്ലാൻസ് മസ്റ്റ് ബി ഡ്രോൺ. ഇനി പാലമായിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, ഗോപുരമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, യഥാർത്ഥത്തിലേക്ക് നിർമ്മിക്കുന്നതിന് മുന്നേ ആയിട്ട് അതെങ്ങനെയാണ് എന്നുള്ള ചിത്രം വരയ്ക്കുന്നുണ്ട്. ചിത്രം വരച്ച് പ്ലാന് തയ്യാറാക്കിയ ശേഷമാണ് നിർമ്മാണം തുടങ്ങുന്നത്. താഴെ കണ്ടോ മക്കളെ, നമുക്ക് ആ പാലത്തിൻ്റെ ഒരു പ്ലാനാണ് ആദ്യം. പെൻസിലൊക്കെ വെച്ച് വരച്ച പ്ലാനാണ് ആദ്യത്തെ ഉള്ളത്. പിന്നെ ആ പാലം ശരിയായി പണിത ചിത്രമാണ് രണ്ടാമത്തേത്. അതുപോലെ ആ ടേബിളിൻ്റെ ചിത്രവും ആ ടേബിളിൻ്റെ പ്ലാൻ എങ്ങനെയാണ് ടേബിൾ വരേണ്ടതെന്ന ചിത്രവും, എങ്ങനെ പെൻസിൽ ഉപയോഗിച്ച് വരച്ച സ്കെച്ച് ചിത്രവും നമുക്കവിടെ തന്നിട്ടുണ്ട്. ലെറ്റ് us ഓൾസോ സ്റ്റാർട്ട് ഡ്രോ ഫസ്റ്റ് എ റെക്റ്റാങ്കിൾ. നമുക്കും ആദ്യം വരച്ചു തുടങ്ങാം. ആദ്യം നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം, അതായത് ചതുരം വരയ്ക്കാം. റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിൻ്റെ അളവ് അവിടെ തന്നിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുമാണ് വേണ്ടത്. നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. സോ 2 ലെങ്ത്ത് തന്നാൽ തന്നെ നമുക്കത് റെക്റ്റാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലാവും. ഫസ്റ്റ് ലെറ്റ്സ് ഡ്രോ ദ ബോട്ടം ലൈൻ യൂസിങ് എ സ്കെയിൽ. ആദ്യം നമുക്ക് താഴെയുള്ള വര, അതായത് ആ 5 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു സ്കെയിൽ വെച്ച് 5 സെൻറ്റിമീറ്റർ എന്ന് വരയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? നൗ ഫ്രം വൺ എൻഡ് ഓഫ് ദിസ് ലൈൻ ലെറ്റ്സ് ഡ്രോ അപ്വേർഡ് അനദർ ലൈൻ ഓഫ് 3 സെൻറ്റിമീറ്റേഴ്സ്. ഫോർ ദിസ് വി ആർ ഗോയിങ് ടു യൂസ് എ സെറ്റ് സ്ക്വയർ ഫ്രം ദ ജിയോമെട്രി ബോക്സ്. ഇനി നമുക്ക് കുത്തനെയുള്ള ആ 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തില്ലേ, അത് വരയ്ക്കാനായിട്ട് ജിയോമെട്രി ബോക്സിൽ ഒരു ചെറിയ ഇൻസ്ട്രുമെൻ്റ് ആവശ്യമുണ്ട്. ആ ഇൻസ്ട്രുമെൻ്റാണ് സെറ്റ് സ്ക്വയർ. നമുക്ക് 2 സെറ്റ് സ്ക്വയർ ജിയോമെട്രി ബോക്സിൽ കാണാം. ഒരെണ്ണം വലിയ സെറ്റ് സ്ക്വയർ, ഒരെണ്ണം ചെറിയ സെറ്റ് സ്ക്വയർ. അതായത് ഒരെണ്ണത്തിൻ്റെ 2 ആംഗിൾസ് സെയിം ആയിരിക്കും, മൂന്നാമത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. രണ്ടാമത്തേത് ഒരു ആംഗിൾ 90 ഡിഗ്രിയും മറ്റേ 2 ആംഗിളും വ്യത്യസ്തമായിരിക്കും, അതായത് സെയിം ആംഗിൾസ് അല്ല. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം വരച്ച 5 സെൻറ്റിമീറ്റർ ലൈനിൽ നമ്മൾ സെറ്റ് സ്ക്വയർ, വലിയ ഈ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് കുത്തനെയുള്ള വര ഉണ്ടല്ലോ, വെർട്ടിക്കലായിട്ടുള്ള വര, അത് വരയ്ക്കുക. അതിലേക്ക് 3 സെൻറ്റിമീറ്റർ ലൈന് വരയ്ക്കുക. ദാറ്റ് മേക്സ് ഹാഫ് ദ റെക്റ്റാങ്കിൾ. അത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ പകുതിയായി, അതായത് 2 സൈഡ്സ് കിട്ടിക്കഴിഞ്ഞു. നൗ ഇൻ ദ സെയിം വേ ഡ്രോ എ 3 സെൻറ്റിമീറ്റേഴ്സ് ലൈൻ സ്ട്രെയിറ്റ് അപ്പ് ഫ്രം ദ അതർ എൻഡ്. ഇനി നമ്മൾ ആദ്യം വരച്ച ആ ലൈനിൻ്റെ മറ്റേ അറ്റത്ത് അതുപോലെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് അവിടെയും 3 സെൻറ്റിമീറ്ററിൽ കുത്തനെ ഒരു ലൈൻ വരയ്ക്കുക. ബൈ ജോയിനിങ് ദ ടോപ്സ് ഓഫ് ദ 2 വെർട്ടിക്കൽ ലൈൻസ് വി ഹാവ് അവർ റെക്റ്റാങ്കിൾ. എന്നിട്ട് ഈ വരച്ച 2 ലൈൻസും നമ്മൾ യോജിപ്പിക്കുമ്പോൾ, വെർട്ടിക്കലായ 2 ലൈൻസും യോജിപ്പിക്കുമ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ കിട്ടും. ഡോണ്ട് യു ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ? നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും, എന്താണ് ഡൗട്ട്? വി ഡിഡ്ന്റ് ആക്ച്വലി മെഷർ ദ ടോപ്പ് ലൈൻ, വുഡ് ഇറ്റ് ബി ഓൾസോ 5 സെൻറ്റിമീറ്റേഴ്സ്? നമ്മൾ മുകളിൽ വരച്ച 2 വെർട്ടിക്കൽ ലൈൻസ് ജോയിൻ ചെയ്ത് വരച്ച ആ നാലാമത്തെ വര നമ്മൾ മെഷർ ചെയ്തിട്ടില്ല, അല്ലേ? സ്കെയിലിട്ട് മെഷർ ചെയ്യാതെയാണ് നമ്മൾ വരച്ചത്. പക്ഷേ അതെന്തായിരിക്കും? സ്വാഭാവികമായിട്ടും 5 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. നമ്മൾ കുത്തനെ വരച്ച ആ 2 ലൈനും ചെരിവില്ലാതെയാണ് വരച്ചതെങ്കിൽ ആ മുകളിൽ വരച്ച വര 5 സെൻറ്റിമീറ്റേഴ്സ് തന്നെ ആയിരിക്കും. മെഷർ ഇറ്റ് ആൻഡ് ചെക്ക്. നിങ്ങൾ അളന്ന് നോക്കിയിട്ട് അത് കൺഫേം ചെയ്യുക. ഇഫ് യു ഹാവ് ഡ്രോൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് വിത്തൗട്ട് എനി സ്ലാൻഡ് ഇറ്റ് വിൽ ഓൾസോ ബി 5 സെൻറ്റിമീറ്റേഴ്സ്. നമ്മൾ സ്ലാൻഡിങ് ഒന്നുമില്ലാതെ, ചരിവൊന്നുമില്ലാതെ ആണ് ആ കുത്തനെയുള്ള 2 വരകൾ വരച്ചതെങ്കിൽ മുകളിലുള്ളതും 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. നൗ ലുക്ക് അറ്റ് ദ പിക്ചർ. ഇന്ന് താഴെ തന്നിരിക്കുന്ന പിക്ചർ നോക്കൂ. ആർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലൈൻ എക്സാക്ട്ലി സ്ട്രൈറ്റ് അപ്പ്?
The right side seems to be a little off, doesn't it? Let's check it with a set square. ഇവിടെ വലതും ലെഫ്റ്റും റൈറ്റും ലൈൻസ് കറക്റ്റ് വേർട്ടിക്കലാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെ വേർട്ടിക്കൽ അല്ല. റൈറ്റ് സൈഡിന് ചെറിയൊരു സ്ലാൻഡിങ് ഉണ്ട്, ഒരു ചെരിവുണ്ട്. അത് കാണാൻ നമുക്ക് സെറ്റ് സ്ക്വയർ താഴെയുള്ള വരയിൽ ഇങ്ങനെ വെച്ചിട്ട് നോക്കിയാൽ മതി. കണ്ടോ, സെറ്റ് സ്ക്വയറിൻ്റെ ആ ഭാഗത്ത് ആ ലൈനിനോട് ചേർന്നല്ല ഈ ലൈന് വരുന്നത്. ദാറ്റ് മീൻസ് അത്രയും ഭാഗം അതിന് സ്ലാൻഡിങ് ഉണ്ട്, ചരിവുണ്ട്. Now measure the bottom side and the top side. Are they of equal length? ഇനി നിങ്ങൾ താഴെയും മുകളിലുള്ള ലൈൻസിൻ്റെ ലെങ്ത് അളന്ന് നോക്കുമ്പോൾ സെയിം ലെങ്ത് ആവോ? അല്ല, താഴെയുള്ളതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ലെങ്ത് മുകളിലുള്ള ലൈനിന് ഉണ്ടാകും. ലെറ്റ്സ് ഡ്രോ അനദർ പിക്ചർ. ഡ്രോ എ ലോങ് ലൈൻ ആൻഡ് മാർക്ക് ഓഫ് 5 സെൻറ്റിമീറ്റേഴ്സ് ഫ്രം ദ ലെഫ്റ്റ്. ഒരു വലിയ ലൈൻ വരയ്ക്കുക, അതിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നൊരു 5 സെൻറ്റിമീറ്റേഴ്സ് ദൂരത്തിൽ മാർക്ക് ചെയ്യുക. അതായത് 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളൊരു ലൈനായിട്ട് അതിനെ കട്ട് ചെയ്യുക. Place the longest set square at the left end and as in the picture below and draw a line. ഇനി നമ്മളുടെ ജിയോമെട്രി ബോക്സിലുള്ള വലിയ സെറ്റ് സ്ക്വയർ ഉണ്ടല്ലോ, ആ വലിയ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ ലൈനിൻ്റെ വരച്ച ലൈനിൻ്റെ അതുപോലെ കാണിച്ചിരിക്കുന്നത് പോലെ വയ്ക്കുക. Now slide the set square 5 centimeters to the right and draw another line like this. എന്നിട്ട് നമ്മൾ നീട്ടി വരച്ച വരയിലേക്ക് 5 സെൻറ്റിമീറ്റർ എന്നിട്ട് പോയിന്റ് ഇട്ടില്ലേ, ആ പോയിന്റിൻ്റെ അടുത്തേക്ക് സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കി വെച്ചിട്ട് അവിടെയും അതേ കോണ് തന്നെ, അതേ ആംഗിൾ തന്നെ വരുന്ന രീതിയിൽ നിങ്ങൾ ലൈന് മുകളിലേക്ക് വരയ്ക്കുക. Mark off 3 centimeters on both the slanted lines and erase the rest of the lines. എന്നിട്ട് എന്ത് ചെയ്യുക, മുകളിലേക്ക് വരച്ച ആ 2 ലൈൻസും 3 centimeters വീതം മാർക്ക് ചെയ്യുക. Draw a line joining these 2 ends. Erase the part of the bottom line also beyond the 5 centimeters mark. എന്നിട്ട് ആ 2 ലൈൻസും ആ 3 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ആ 2 ലൈൻസും തമ്മിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ലൈൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മായ്ച്ച് കളയുക. Measure the top side. Isn't also 5 centimeters. എന്നിട്ട് നമ്മൾ മുകളിൽ ആ ലൈന്, ആ 3 സെൻറ്റിമീറ്റേഴ്സ് ജോയിൻ ചെയ്ത ആ ലൈന് നമ്മൾ അളന്ന് നോക്കുമ്പോഴും അതിൻ്റെ മെഷർമെൻറ്റും 5 സെൻറ്റിമീറ്റേഴ്സ് തന്നെ ആയിരിക്കും. If we use the other corner of the set square instead, we will get a picture like this. ഇനി നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ ആംഗിളാണ് എടുത്തതെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെ കുറച്ചുകൂടെ ചെരുവിലുള്ള പിക്ചർ ആയിരിക്കും കിട്ടുക. ഇപ്പോൾ കിട്ടിയ ഈ പിക്ചേഴ്സിനെ നമ്മൾ പാരലലോഗ്രാം എന്നാണ് കേട്ടോ വിളിക്കുക. റെക്റ്റാങ്കിൾ അല്ല, റെക്റ്റാങ്കിൾ പോലെ തന്നെ, പക്ഷേ ലൈൻസ് രണ്ടും എന്താണ്, ചെറിയ സ്ലാൻഡഡ് ആണ്, ചെരിഞ്ഞിട്ടാണ്. അങ്ങനെയുള്ള ഷേപ്പിനെ നമ്മൾ പാരലലോഗ്രാം എന്നാണ് വിളിക്കുക. We can draw another picture as given below using a corner of the other set square. ഇനി നമ്മളുടെ ജിയോമെട്രി ബോക്സിലെ ചെറിയ സെറ്റ് സ്ക്വയർ ഉണ്ടല്ലോ, അതിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്തിട്ട് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ലാൻഡഡ് ആയിട്ടുള്ള ലൈൻ ആയിരിക്കും കിട്ടുക. മെഷർ ദ ടോപ്പ് സൈഡ്സ് ഓഫ് ഈച്ച് പിക്ചർ. ആർ ദേ ഓൾ 5 സെൻറ്റിമീറ്റേഴ്സ് ലോങ്. ഇപ്പോൾ നമ്മൾ വരച്ച എല്ലാ പിക്ചറിൻ്റെയും, അതായത് ഈ 3 പാരലലോഗ്രാമിൻ്റെയും സെറ്റ് സ്ക്വയർ വെച്ച് വരച്ച ഈ 3 പാരലലോഗ്രാമിൻ്റെയും ആ 4ാമത്തെ സൈഡ് നമ്മൾ അളന്ന് നോക്കുമ്പോൾ അത് താഴെയുള്ള അതുപോലെ തന്നെ അതേ മെഷർമെൻറ്റ് തന്നെ ആയിരിക്കും. അതായത് ഇവിടെ 5 സെൻറ്റിമീറ്റേഴ്സ് തന്നെ ആയിരിക്കും. In an earlier picture, when the right side was a little tilted, the length of the top side changed. But in all the 3 pictures drawn now, though the left and right sides were tilted, the top length didn't change. നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മുകളിലേക്കുള്ള ഒരു ലൈൻ, അതായത് വെർട്ടിക്കലി കുത്തനെ വരച്ച ഒരു ലൈന് ചെറിയൊരു ചെരിവ് വന്നപ്പോൾ നമുക്ക് 4ാമത്തെ ലൈൻ, അതായത് മുകളിൽ വരച്ച ആ ലൈനിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റേഴ്സ് അല്ല കിട്ടിയത്, ചെറിയൊരു മാറ്റം വന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ നമ്മൾ വരച്ച ഈ 3 പാരലലോഗ്രാമിലും സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കുമ്പോൾ എന്താണ്, നമുക്ക് ആ 2 ലൈൻസും ചെരിവുണ്ടെങ്കിലും 4ാമത്തെ ലൈൻ നമുക്ക് സെയിം 5 സെൻറ്റിമീറ്റർ തന്നെയാണ് കിട്ടിയത്. ബിക്കോസ് എന്തായിരിക്കും, ബിക്കോസ് ആ 2 ലൈൻസും, അതായത് നമ്മൾ ചെരിച്ച് വരച്ച 2 വരകളും ഒരേ ചെരിവ്, ഒരേ തരത്തിൽ തന്നെ ചെരിഞ്ഞതുകൊണ്ടാണ്, ഒരേ ആംഗിളിൽ തന്നെ ചെരിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ആ ലെങ്ത്ത് മാറാതെ കിട്ടിയത്. Will the length of the top side remain unchanged even if we tilt the left and right sides to any extent? നമ്മൾ ഏത് തരത്തിൽ ചെരിച്ചാലും നമുക്ക് അതേ ഒരേ ലെങ്ത്ത് കിട്ടില്ല. സെയിം ആംഗിളിൽ ഒരേ അളവിൽ തന്നെ ചെരിവ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് സെയിം ലെങ്ത്ത് കിട്ടുകയുള്ളൂ. Suppose we put the set square at the ends of the 5 centimeters line like this. ഇനി നമ്മൾ 5 സെൻറ്റിമീറ്റർ താഴെ വരച്ച 5 സെൻറ്റിമീറ്റർ ലൈനിൽ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ച് മുകളിലേക്ക് ഒരു വര വരച്ചു എന്ന് വിചാരിക്കുക.
അതിനുശേഷം സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ അറ്റം വെച്ച് ഈ ലൈനിൻ്റെ ഈ ഭാഗത്ത്, അതായത് 5 സെൻറ്റിമീറ്റേഴ്സിൻ്റെ മറ്റേ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ അറ്റം വെച്ചിട്ട് മറ്റേ ആംഗിൾ വെച്ചിട്ട്, മറ്റേ സൈഡ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുക. ഹൗ അബൌട്ട് മാർക്കിംഗ് 3 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് ഫ്രം ദ ബോത്ത് സ്ലാൻഡഡ് ലൈൻസ് ആൻഡ് ജോയിനിങ് ദ എൻഡ്സ്. ഇനി മുകളിലേക്ക് വരച്ച 2 ലൈൻസും 3 സെൻറ്റിമീറ്റേഴ്സ് എവിടെയാണോ അവിടെ മാർക്ക് ചെയ്തിട്ട് ആ 2 ലൈൻസും നമ്മൾ യോജിപ്പിക്കുക. ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് താഴെ കാണിച്ചിരിക്കുന്ന അങ്ങനെയുള്ളൊരു പിക്ചർ ആയിരിക്കും കിട്ടുക. ഈ പിക്ചറിനെ നമ്മൾ ട്രപ്പീസിയം എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ ട്രപ്പീസിയം? ഓക്കെ. ഇഫ് വി എക്സ്റ്റെൻഡ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് വി ഗെറ്റ് എ ട്രയാങ്കിൾ ലൈക്ക് ദിസ്. ഇനി ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള 2 ലൈൻസ് കുറച്ചുകൂടെ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ആ 2 ലൈൻസും തമ്മിൽ കൂട്ടിമുട്ടും അല്ലേ, എവിടെയെങ്കിലും വെച്ചൊന്ന് കൂട്ടിമുട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ട്രയാങ്കിൾ കിട്ടും. വി ഹാവ് മെഷേർഡ് ദ സ്ലാൻഡഡ് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. നൗ യൂസിങ് എ സ്കെയിൽ ആൻഡ് സെറ്റ് സ്ക്വയർ ട്രൈ ഡ്രോയിങ് ദീസ് പിക്ചേഴ്സ്. ഇനി നമുക്ക് താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങൾ സ്കെയിലും സെറ്റ് സ്ക്വയറും വെച്ച് നമുക്ക് വരച്ചു നോക്കാം. Question 1. All the lines in the pictures below are of 3 centimeters length. Draw and color them. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും 5 ചിത്രങ്ങളുണ്ട്. 5 എണ്ണത്തിൻ്റെയും എല്ലാ ലൈൻസിൻ്റെയും ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണ്. സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് ഈ പിക്ചേഴ്സ് നമുക്ക് വരച്ചു നോക്കാം. ആദ്യത്തേത് നോക്കൂ, ഒരു സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, 3 സെൻറ്റിമീറ്ററിലൊരു ലൈന് വരയ്ക്കുക. സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും, സെയിം ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാതും 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. സെറ്റ് സ്ക്വയർ വെച്ച് ആദ്യം വരച്ച ലൈനിൻ്റെ 2 ഭാഗത്തും സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, സ്കെയിൽ ഉപയോഗിച്ച് 3 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ വെർട്ടിക്കലായിട്ട് മുകളിലേക്ക് വരയ്ക്കുക. എന്നിട്ട് ആ മുകളിലേക്ക് വരച്ച 2 ലൈൻസും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 4 സൈഡും 3 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള സ്ക്വയർ കിട്ടി. അടുത്ത പിക്ചർ ഒരു പാരലലോഗ്രാം ആണ്. ആദ്യം നമ്മൾ 3 സെൻറ്റിമീറ്റർ ലെങ്ത്തിലൊരു ലൈന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ സെറ്റ് സ്ക്വയർ എടുക്കുക. വലിയ സെറ്റ് സ്ക്വയർ ആണ് വേണ്ടത്. ആ വലിയ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഭാഗം, അതായത് ഏറ്റവും ചെറിയ ആംഗിളുള്ള ഭാഗം, ആ നീണ്ടു കൂർത്ത് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് വലിയൊരു ലൈന് നമ്മൾ അങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ച് അവിടെ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതേ സൈഡ് തന്നെ, സെറ്റ് സ്ക്വയറിൻ്റെ അതേ സൈഡ് തന്നെ നമ്മൾ താഴെ വരച്ച 3 സെൻറ്റിമീറ്റർ ലൈനിൻ്റെ മറ്റേ ഭാഗത്തും വയ്ക്കുക. റൈറ്റ് സൈഡിലും വെച്ചിട്ട് അതുപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം സ്കെയിൽ ഉപയോഗിച്ച് സെറ്റ് സ്ക്വയറിൻ്റെ അവിടെ നിന്ന് അങ്ങനെ വരയ്ക്കുക കേട്ടോ. പിന്നെ ആ 2 ലൈൻസും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. പിക്ചർ വരച്ച ശേഷം ഈ പിക്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കളർ ചെയ്യാനും മറന്നു പോകരുത്. മൂന്നാമത്തേതും ഒരു സെറ്റ് സ്ക്വയർ പാരലലോഗ്രാം ആയിരുന്നു. അതിനാദ്യം 3 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ചെറിയ സെറ്റ് സ്ക്വയർ ആണ് ഇവിടെ നമുക്ക് വേണ്ടത്. ചെറിയ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് മുകളിലേക്ക് 3 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുക. അതുപോലെ തന്നെ ആദ്യം വരച്ച ലൈനിൻ്റെ മറ്റേ ഭാഗത്തും റൈറ്റ് സൈഡിലും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് ഇതുപോലെ വരച്ചാൽ നിങ്ങൾക്ക് 3 സെൻറ്റിമീറ്റർ എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റും. മാർക്ക് ചെയ്യുക. രണ്ടും തമ്മിൽ 2 ലൈൻസും 3 സെൻറ്റിമീറ്ററിൽ വരച്ച ആ 2 ലൈൻസും തമ്മിൽ യോജിപ്പിക്കുക. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന കളറ് കൊടുക്കുക. നാലാമത്തെ പിക്ചർ നോക്കൂ മക്കളെ, അതും ഒരു പാരലലോഗ്രാം തന്നെയാണ്. ആദ്യം 3 സെൻറ്റിമീറ്ററിൽ ലെങ്ത്ത് ലൈന് വരയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വലിയ സെറ്റ് സ്ക്വയർ ആണ്. വലിയ സെറ്റ് സ്ക്വയറിൻ്റെ വലിയ ആംഗിൾ, നേരത്തെ നമ്മളെടുത്തത് കൂർത്ത ഭാഗമായിരുന്നു, ചെറിയ ആംഗിളായിരുന്നു. ഇപ്പോൾ വലിയ ആംഗിൾ വരുന്ന ആ പോർഷൻ എടുക്കുക. മുകളിലേക്ക് 3 സെൻറ്റിമീറ്ററിൽ ഒരു ലൈന് വരയ്ക്കുക. അതുപോലെ ആദ്യം വരച്ച ലൈനിൻ്റെ മറ്റേ ഭാഗത്തു നിന്നും 3 സെൻറ്റിമീറ്ററിൽ മുകളിലേക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ 2 ലൈൻസും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ തന്നിരിക്കുന്നത് പോലെ ഒരു പാരലലോഗ്രാം കിട്ടും. ഇനി അഞ്ചാമത്തെ പിക്ചർ നമുക്കൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും 3 സെൻറ്റിമീറ്റർ ആണ്. സോ ആദ്യം നമ്മൾ 3 സെൻറ്റിമീറ്ററിലൊരു ലൈന് വരച്ചു. പിന്നെ ചെറിയ സെറ്റ് സ്ക്വയർ എടുത്തു. ചെറിയ സെറ്റ് സ്ക്വയറിൻ്റെ വെച്ചിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് 3 സെൻറ്റിമീറ്ററിലൊരു ലൈന് വരച്ചു. ശേഷം ഈ 2 ലൈൻസും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, അതും 3 സെൻറ്റിമീറ്ററിൽ തന്നെ ആയിട്ടുള്ള ട്രയാങ്കിൾ കിട്ടും. ഇനി question 2. Draw the first picture with lengths as shown and then color it as in the second picture. ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന അതേ ലെങ്ത്ത് വെച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കുക. എന്നിട്ട് രണ്ടാമത്തെ പിക്ചറിൽ എങ്ങനെയാണോ കളർ കൊടുത്തിരിക്കുന്നത് അതുപോലെ കളർ കൊടുക്കുക. സോ നമുക്ക് ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതായത് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുമായിട്ടുള്ള റെക്റ്റാങ്കിൾ. ആദ്യം നമ്മൾ 5 സെൻറ്റിമീറ്ററിലൊരു ലൈന് വരച്ചു. ഇനി ഏത് സെറ്റ് സ്ക്വയർ ആയാലും പ്രശ്നമല്ല, അതിൻ്റെ കുത്തനെയുള്ള ഭാഗമുള്ള ആ ആംഗിൾ വരുന്ന
ആ ഭാഗം വെച്ചിട്ട് നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ 3 സെൻറ്റിമീറ്ററിൽ വെർട്ടിക്കലി ഒരു ലൈൻ വരച്ചു. മറ്റേ ഭാഗത്തും 3 സെൻറ്റിമീറ്ററിൽ നമ്മൾ ലൈൻ വരച്ചു കൊടുത്തു. ശേഷം ഈ 2 ലൈൻസും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ മുകളിലെ ലൈൻ എന്തായിരിക്കും മക്കളെ? 5 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും ലെങ്ത്ത്. ഇനി നമ്മൾ വലിയ സെറ്റ് സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. അത് ഈ അറ്റത്ത് വെച്ചിട്ട് റെക്റ്റാങ്കിളിൻ്റെ ഈ അറ്റത്ത് വെച്ചിട്ട് നമ്മൾ നീട്ടി വരച്ചു കൊടുത്തു. അതുപോലെ തന്നെ മുകളിലുള്ള ആ കോണിൽ വെച്ചിട്ടും ആ ആംഗിളിൽ വെച്ചിട്ടും നമ്മൾ നീട്ടി വരച്ചു കൊടുത്തു. പിന്നെ ഏറ്റവും മുകളിലുള്ള മറ്റേ കോർണർ, ആ കോർണറിലും നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ആംഗിൾ ഈ സൈഡ് തന്നെ വെച്ചിട്ട് നീട്ടി വരച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ 2 സെൻറ്റിമീറ്റർ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ 2 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തിട്ട് ഈ 3 ലൈൻസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പിക്ചറിൽ തന്നിരിക്കുന്ന ആ ഷേപ്പ് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ 3, ഡ്രോ ദിസ് പിക്ചർ. നമുക്ക് ഇപ്പോൾ വരച്ച അതേ പിക്ചർ തന്നെയാണ് വരയ്ക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരു മാറ്റമുണ്ട്. എന്താണ്? ലെങ്ത്ത് തന്നിട്ടില്ല. പിന്നെ ഇതെന്താണ്? നേരത്തെ നമ്മളൊരു റെക്റ്റാങ്കിളിലാണ് വരച്ചതെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് ഒരു സ്ക്വയറിലാണ് വരയ്ക്കുന്നത്. സോ എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നേരത്തെ സൈഡ്സൊക്കെ മാറ്റം ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് എടുക്കാം. ഞാനിവിടെ 4 സെൻറ്റിമീറ്ററിലാണ് കേട്ടോ മക്കളെ വരയ്ക്കുന്നത്. 4 സെൻറ്റിമീറ്ററിൽ ആദ്യം ഒരു ലൈൻ ഞാൻ വരച്ചു കൊടുത്തു. ശേഷം ഇതിനെ നമുക്ക് റെക്റ്റാങ്കിൾ ആക്കണം. അപ്പോൾ നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഈ ലൈനിൻ്റെ 2 ഭാഗത്തു നിന്നും വെർട്ടിക്കലി മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? 4 സെൻറ്റിമീറ്ററിൽ തന്നെ 2 ലൈൻസ് വരയ്ക്കുന്നു. പിന്നെ ആ 2 ലൈൻസും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒരു സ്ക്വയർ ആക്കി മാറ്റാം. അപ്പോൾ മുകളിൽ വരുന്ന ഈ ലൈനിൻ്റെ ലെങ്ത്തും എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും 4 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ലെങ്ത്ത് നേരത്തെ വരച്ചില്ലേ, ആ സൈഡ് തന്നെയാണ്, ആ ലൈന് തന്നെയാണ് വേണ്ടത്, ആ ഭാഗം തന്നെയാണ് വേണ്ടത്. ആ ഭാഗം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? 4 സെൻറ്റിമീറ്ററിൽ തന്നെ ഒരു ലൈന് വരച്ചു. മാറരുത്, 4 സെൻറ്റിമീറ്റർ തന്നെ വേണേ. പിന്നെ മുകളിലും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ലൈന് വരച്ചു. സ്കെയിൽ കൊണ്ട് 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. പിന്നെ മുകളിലുള്ള മറ്റേ കോർണർ ഉണ്ടല്ലോ, ആ കോർണറിലും നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഭാഗം വെച്ച് 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. അത് നമ്മൾ വരച്ചു. എന്നിട്ട് ആ സൈഡ്സ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ കളർ ചെയ്യുക. സർക്കിൾ മാത്ത്. ഈസിൻറ്റ് ഇറ്റ് ഈസി ടു ഡ്രോ എ സർക്കിൾ? സർക്കിൾ വരയ്ക്കാൻ സിമ്പിൾ അല്ലേ മക്കളെ? വി ക്യാൻ യൂസ് കോയിൻസ് ഓർ ബോട്ടിൽ ക്യാപ്സ് ടു ഡ്രോ സ്മോൾ സർക്കിൾസ്. ഇഫ് യു വാണ്ട് എ ബിഗ്ഗർ സർക്കിൾ then a bangle or the lid of a tin etc. can be used. ചെറിയ വട്ടമാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്കൊരു കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ കോയിനോ ഒക്കെ വെച്ച് വരയ്ക്കാം. ഇനി വലിയ സർക്കിളാണ് വരയ്ക്കുന്നതെങ്കിൽ ബാങ്കിൾ, വളയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ ഒക്കെ വെക്കാം. There is a tool in the geometry box to draw circles of any size we want. It's called a compass. ഇതുപോലെ ഇനി അതിലും വലിയ സർക്കിൾസ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജിയോമെട്രി ബോക്സിൽ അതിനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഈ കാണുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ പേരെന്താണ്? കോമ്പസ്. ഓക്കെ, കോമ്പസ്. വെൻ വി ഡ്രോ എ സർക്കിൾ ലൈക്ക് ദിസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെഗ്സ് ഓഫ് ദ കോമ്പസ് shouldn't change in between. It should be the same from start to finish. അപ്പം ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കോമ്പസിൻ്റെ എവിടെ നിന്നാണ് നമ്മൾ ലൈന് വരയ്ക്കാൻ തുടങ്ങിയത്, അത് തന്നെ ആ ഭാഗത്ത് തന്നെ നമ്മൾ എൻഡ് ചെയ്യുമ്പോഴും എത്തണം. എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സർക്കിൾ കിട്ടുകയുള്ളൂ. അതിന് കോമ്പസിൻ്റെ ഈ കൂർത്ത ഭാഗം ഉണ്ടല്ലോ, നമ്മൾ പേപ്പറിൽ കുത്തുന്ന ഭാഗം, ആ ഭാഗം എന്ത് ചെയ്യാൻ പാടില്ല? ഇളകാൻ പാടില്ല. അത് മുറുക്കി അവിടെ പിടിച്ചിട്ട് അമർത്തി പിടിച്ചിട്ട് അതിനുശേഷം പെൻസിൽ മാത്രമേ നമ്മൾ റൗണ്ട് ചെയ്യിക്കാൻ പാടുള്ളൂ. When drawing a circle, we keep its needle fixed at a point and then draw with the pencil around it. Right throughout this round trip, the pencil point is at the same distance from the needle point. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കോമ്പസിൽ നിന്ന് പെൻസിലിന് എത്ര ലെങ്ത് ഉണ്ടോ അത് എല്ലായിടത്തും സർക്കിളിൻ്റെ ത്രൂ ഔട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. In the language of math, this can be stated as follows. A circle is the path traced by a point moving at the same distance from a fixed point. ഒരു ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റിൽ നിന്ന്, അതായത് അനക്കമൊന്നുമില്ലാതെ നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു പോയിന്റിൽ നിന്നും നിശ്ചിത ഒരേ അകലത്തിലുള്ള പെൻസിൽ കൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഷേപ്പാണ് സർക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ട്രേസിംഗ് ആണ് സർക്കിൾ. Circle is the name of the round shape in the language of math. There are many concepts related to it. അപ്പോൾ
സർക്കിളിനെ കുറിച്ച് മറ്റു കുറച്ച് കൺസെപ്റ്റ്സുകളാണ് താഴെ തന്നിട്ടുള്ളത്. ദ അൺമൂവിങ് പോയിന്റ് ഇൻ ദ മിഡിൽ ഈസ് കോൾഡ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. നമ്മൾ കോമ്പസ് കുത്തുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അതായത് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത അനക്കാത്ത ആ ഭാഗത്ത് നമ്മൾ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്നാണ് പറയുക. സർക്കിളിൻ്റെ സെൻറ്റർ, ഒത്ത സെൻറ്റർ ഭാഗം. ദ അൺചേഞ്ചിങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അൺമൂവിങ് പോയിന്റ് ആൻഡ് ദ റൊട്ടേറ്റിംഗ് പോയിന്റ് ഈസ് കോൾഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇനി ഈ സെൻറ്റർ പോയിന്റും സെൻറ്റർ ഓഫ് ദ സർക്കിളും പെൻസിലും തമ്മിലുള്ള, പെൻസിൽ വെക്കുന്ന ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, മൂവ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് എന്നാണ് പറയുക. റേഡിയസ് ഓഫ് ദ സർക്കിൾ, സർക്കിളിൻ്റെ റേഡിയസ്. ഓക്കെ, മൂവ് ചെയ്യാത്ത ഭാഗം, അതായത് കോമ്പസും പെൻസിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് റേഡിയസ്. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്, സെൻറ്റർ എന്താണ്, റേഡിയസ് എന്താണെന്ന്. സോ ഹൗ ഡു വി ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റേഴ്സ്? അങ്ങനെയാണെങ്കിൽ 4 സെൻറ്റിമീറ്റേഴ്സ് റേഡിയസ് ഉള്ള സർക്കിൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? സിമ്പിളാണ്. കോമ്പസിൽ ആദ്യം പെൻസിൽ കുത്തി വയ്ക്കുക, എന്നിട്ട് കോമ്പസിൽ നിന്ന് പെൻസിലും തമ്മിലുള്ള ലെങ്ത്ത് സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ എടുക്കുക, അതിനുശേഷം ഒരു സർക്കിൾ വരയ്ക്കുക. സോ റേഡിയസ് 4 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ടുള്ള സർക്കിൾ നമുക്ക് വരയ്ക്കാം. Now let's see how we can create pictures by drawing many circles. ഇനി ഒരുപാട് സർക്കിൾസ് വെച്ച് പിക്ചേഴ്സ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Draw a line not too long. Draw circles with the end points of the line as the centers, with the length of this line as the radius. ആദ്യം ഒരു ലൈന് വരയ്ക്കുക, ചെറിയൊരു ലൈന്. എന്നിട്ട് നമ്മൾ ആ വരച്ച ലൈനിൻ്റെ അളവ് എത്രയാണോ അത് പെൻസിലും കോമ്പസും ഉപയോഗിച്ച് ആ ലൈന് എടുത്തിട്ട് ആ അളവെടുത്തിട്ട് ഈ ലൈനിൻ്റെ 2 അറ്റത്തു നിന്നും ഓരോ സർക്കിൾസ് വീതം വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പിക്ചർ കിട്ടും. ഡ്രോ ലൈൻസ് ഫ്രം ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ ഫസ്റ്റ് ലൈൻ ടു ദ പോയിന്റ്സ് where these circles cut each other. എന്നിട്ട് ഈ 2 സർക്കിൾസും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, ലൈന് കൂട്ടിമുട്ടുന്ന ആ ഭാഗത്തു നിന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കിൾസിലേക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പിക്ചർ കിട്ടും. ശേഷം ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കളർ കൊടുക്കുക. ഇനി അതുപോലെ മറ്റൊരു പിക്ചറാണ്. ലെറ്റ്സ് ട്രൈ അനദർ വൺ. ഡ്രോ 2 സർക്കിൾസ് ആസ് ബിഫോർ. ആദ്യം വരച്ചതുപോലെ തന്നെ നമ്മളൊരു ലൈന് വരച്ച് ആ ലൈനിൻ്റെ ലെങ്ത്തിൽ കോമ്പസിൽ ലെങ്ത് എടുത്ത് 2 ഭാഗത്തും എന്ത് ചെയ്യുക, സർക്കിൾസ് വരയ്ക്കുക. പിന്നെ അതിനുശേഷം എക്സ്റ്റെൻഡ് ദ ലൈൻ ടു ദ റൈറ്റ്. നോക്കൂ, ആദ്യം ഇതുപോലെയാണ് നമ്മൾ ലൈന് വരച്ചത്. ഇനി അവിടെ നിന്ന് നമ്മൾ ആ ലൈന് കുറച്ചുകൂടെ ഇങ്ങോട്ട് നീട്ടുക. അതായത് രണ്ടാമത് വരച്ച ഈ അറ്റത്ത് വരച്ച ആ സർക്കിൾ തട്ടുന്നത് വരെ ആ ലൈന് നീട്ടുക. എന്നിട്ട് ഈ ലൈനിൻ്റെ ഈ അറ്റത്തു നിന്നും, ഇപ്പോൾ നമ്മൾ വരച്ച ലൈനിൻ്റെ അറ്റത്തു നിന്നും ഒരു സർക്കിൾ കൂടെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് 3 സർക്കിൾസ് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് വരച്ച ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് മായ്ച്ചു കളയുക. ശേഷം ഈ 3 സർക്കിൾസിലും കൂട്ടിമുട്ടുന്ന പോർഷൻസ് ഒക്കെ നിങ്ങൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സർക്കിൾസിൻ്റെ ഉള്ളിലൊരു ഹെക്സഗൺ കിട്ടും, അതായത് 6 സൈഡ്സ് ഉള്ള ഒരു ഷേപ്പ്. അതിനെ നമ്മൾ ഹെക്സഗൺ എന്നാണ് വിളിക്കുക. ശേഷം ഈ ഹെക്സഗണിൻ്റെ ഓരോ കോണുകളുണ്ടല്ലോ, ഓരോ കോർണറുകളും, ഈ കോർണറിൽ നിന്ന് ഒന്നിടവിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇങ്ങനൊരു ചെറിയൊരു സെമി സർക്കിള് കോമ്പസ് ഉപയോഗിച്ച് സെമി സർക്കിള് വരച്ചു കൊടുക്കുക. അങ്ങനെ സെമി സർക്കിൾസ് വരയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, പുറത്തേക്ക് മുഴുവനായിട്ട് വലിയ സർക്കിൾ വരച്ച് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മായ്ച്ചു കളഞ്ഞാൽ മതി. അതിലേറെ കുറച്ചുകൂടെ സിമ്പിൾ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒന്നിടവിട്ട് സെമി സർക്കിൾസ് വരയ്ക്കുന്നതാണ്. അതിനുശേഷം ആവശ്യമില്ലാത്ത പോർഷൻസ് ഒക്കെ മായ്ച്ചു കളഞ്ഞ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കളർ കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ ക്ലാസ്സിൽ കാണിച്ചു തരും, അതിനനുസരിച്ച് വരച്ച് നോക്കിയാൽ മതി. നമുക്ക് വരയ്ക്കാൻ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ട്രൈ ഡ്രോയിങ് ദ പിക്ചേഴ്സ് ബിലോ. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് വരച്ചു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് വരയ്ക്കാം. അതിനോടുകൂടെ ചിത്രവും കളറും കൊടുക്കണേ. ആദ്യം നമുക്കൊരു സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. അപ്പം മക്കൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് എടുക്കാം. ഞാനിവിടെ 6 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. 6 സെൻറ്റിമീറ്ററിൽ ഒരു ലൈന് വരച്ചു. എന്നിട്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ലൈനിൻ്റെ 2 ഭാഗത്തു നിന്നും മുകളിലേക്ക് 6 സെൻറ്റിമീറ്റർ തന്നെ അളന്നിട്ട് അതിനെ ഒരു സ്ക്വയർ ആക്കിയിട്ട് മാറ്റി. നിങ്ങൾ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എല്ലാ സൈഡ്സും എന്താക്കണം, 4 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണേ. സോ അത് വരച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒക്കെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. അതായത് 6ൻ്റെ മിഡ് പോയിന്റ് 3 ഈ 4 സൈഡിലും 3 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുക. ശേഷം നമ്മുടെ കോമ്പസ് ഈ കോർണർ ഉണ്ടല്ലോ, സ്ക്വയറിൻ്റെ ഈ കോർണറിൽ നിന്ന് 3 സെൻറ്റിമീറ്ററിലേക്ക് ഇതുപോലെ സെമി സർക്കിളിൻ്റെ ഒരു പകുതി കോർണറിൽ നിന്ന് വീണ്ടും അടുത്ത സൈഡിൻ്റെ കോർണറിൽ നിന്ന് വീണ്ടും അതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് വരച്ചു കൊടുക്കുന്നു. വീണ്ടും ആ സ്ക്വയറിൻ്റെ അടുത്ത കോർണറിൽ നിന്ന് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് വരയ്ക്കുന്നു. പിന്നെ 4ാമത്തെ സൈഡിൽ നിന്നും മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്ത പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് കളർ കൊടുക്കാം.
രണ്ടാമത്തെ പിക്ചർ നോക്കൂ മക്കളെ. അതിന് നമുക്കൊരു സ്ക്വയറാണ് വേണ്ടത്. ഞാനിവിടെ 6 സെൻറ്റിമീറ്റർ തന്നെയാണ് ലെങ്ത് എടുക്കുന്നത്. സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് ഞാൻ ആ സ്ക്വയർ പൂർത്തിയാക്കി കൊടുക്കുന്നുണ്ട്. നാലാമത്തെ ലൈൻ കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 4 സൈഡ്സിൻ്റെയും മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുക. അതായത് 3 സെൻറ്റിമീറ്റർ ഭാഗത്തിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഓപ്പോസിറ്റ് കാണുന്ന 2 സൈഡ്സും തമ്മിൽ ഈ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. അധികം കട്ടിയില്ലാതെ, നമുക്ക് മായ്ക്കേണ്ട ഭാഗമാണ്, സോ അധികം കട്ടിയില്ലാതെ മാർക്ക് ചെയ്താൽ മതി. ഇത് നമുക്ക് ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടാനാണ് അങ്ങനെ ചെയ്തത്. ആ 2 ലൈൻസിൻ്റെയും സെൻറ്റർ പോയിന്റ് കിട്ടില്ല, കൂട്ടിമുട്ടുന്ന ആ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ 2 ലൈൻസ് മായ്ച്ച് കളയുക. പിന്നെ നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു മാർക്ക് ചെയ്തില്ലായിരുന്നു പോയിന്റ്, ആ 4 പോയിന്റ്സും തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് സർക്കിളിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ക്വയർ വരച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതിനെ കളർ കൊടുക്കാം. ഇനി മൂന്നാമത്തെ പിക്ചർ നോക്കൂ. ഇത് നമുക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലൈന് വരയ്ക്കുക. എന്നിട്ട് ആ ലൈന് റേഡിയസ് ആയി വരുന്ന രീതിയിൽ നിങ്ങളൊരു സർക്കിൾ വരച്ചു കൊടുക്കുക. ചെറിയ സർക്കിൾ ചെറിയ ലൈൻ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. എന്നിട്ട് ആ ലൈനിൻ്റെ മറ്റേ അറ്റത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ പഠിച്ചില്ലേ 2 സർക്കിൾസ് ഒരു ലൈനിൽ വെച്ച് വരയ്ക്കുന്നത്, അതുപോലെ തന്നെ ഒരു സർക്കിൾ കൂടെ വരയ്ക്കുക. എന്നിട്ട് ഇതും നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ്. ആദ്യം വരച്ച ലൈന് നമ്മൾ ആദ്യം വരച്ച ആ സർക്കിളിലേക്ക് ഇങ്ങനെ നീട്ടി വരച്ചു കൊടുക്കുന്നു. നീട്ടി വരച്ചു കൊടുത്ത് ഇപ്പോൾ വരച്ച ആ ലൈനിൻ്റെ ആ അറ്റത്ത് നിന്ന് നമ്മൾ മൂന്നാമതൊരു സർക്കിൾ കൂടി വരയ്ക്കുന്നു. ഇനി നമ്മൾ ഈ 3 സർക്കിൾസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്സുകൾ ഉണ്ടല്ലോ, ആ പോയിന്റ്സുകൾ നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മൾ നേരത്തെ വരച്ച പിക്ചർ തന്നെയാണ്. ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ സർക്കിൾസിൻ്റെ ഉള്ളിലൊരു ഹെക്സഗൺ കിട്ടും. അതായത് 6 സൈഡ്സുള്ള ഹെക്സഗൺ എന്ന് പറയുന്ന ഷേപ്പ് കിട്ടും. ശേഷം ആവശ്യമില്ലാത്ത ആ ലൈൻസൊക്കെ ഒന്ന് മായ്ച്ചു കൊടുക്കുക. ശേഷം നമ്മൾ ഒന്നിടവിട്ട ആ പോയിന്റ്സിൽ നിന്ന് നമ്മൾ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വരച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടും. ആദ്യം നമ്മൾ ഒഴിച്ചുവിട്ട ആ പോയിന്റ്സ്, പോയിന്റ്സ് തമ്മിൽ നമ്മൾ വീണ്ടും ജോയിൻ ചെയ്തിട്ട് രണ്ടാമത്തെ ട്രയാങ്കിൾ കൂടി വരയ്ക്കുക. നമുക്ക് ആ ഹെക്സഗണിൻ്റെ ഉള്ളിൽ 2 ട്രയാങ്കിൾസ് കിട്ടും. ഇനി ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞ് പിക്ചറിലുള്ളതുപോലെ കളർ കൊടുക്കുക. ഇനി നമുക്ക് അവസാനത്തെ ചിത്രം, 4ാമത്തെ പിക്ചർ നോക്കാം. അതിനാദ്യം നിങ്ങളൊരു വലിയ സർക്കിൾ വരയ്ക്കുക. ശേഷം ഇതിൻ്റെ ഡയമീറ്റർ, അതായത് സർക്കിളിൻ്റെ അറ്റം മുതൽ ഈ അറ്റം വരെ സെൻറ്റർ പോയിന്റിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈന് വരയ്ക്കുക. ആ ലൈന് വരച്ച ശേഷം ഇതിൻ്റെ റേഡിയസ് ഉണ്ടല്ലോ, 2 റേഡിയസ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ വരച്ച ഡയമീറ്ററിൽ 2 റേഡിയസ്, അതിൻ്റെ മിഡ് പോയിന്റിൽ 2 ഭാഗത്ത് നിങ്ങൾ മിഡ് പോയിന്റിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ശേഷം ആ മിഡ് പോയിന്റിൽ നിന്ന് താഴേക്കും ഒരു സൈഡിൻ്റെ ഒരു റേഡിയസിൻ്റെ താഴേക്ക് വരയ്ക്കുക, ഒരു സെമി സർക്കിൾ വരയ്ക്കുക. അതുപോലെ മുകൾ ഭാഗത്ത് നിന്ന് മുകളിലേക്കും ഒരു സെമി സർക്കിൾ വരച്ചു കൊടുക്കുക. ശേഷം കളർ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, കാര്യമായിട്ടൊന്നുമില്ല. പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പോലെ തന്നെ പിക്ചർ വരച്ചാൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 5ാം ക്ലാസ്സിലെ കൂടുതൽ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓൾറെഡി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്